പാക്ക് ചെയ്തേക്കുന്ന ഈ പെട്ടിയും വലിച്ചുള്ള നടപ്പ് കാണുമ്പോഴേ മനസ്സിലാവും ഫിൻലാൻഡിനോട് ഗുഡ് ബൈ പറയുവാണെന്ന്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് 2-3 ദിവസമായി. മഞ്ഞിലൂടെ ഈ പെട്ടി വലിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു. അത് ഏറ്റെടുക്കാനായിട്ട് സ്റ്റെഫിയും വിപിൻ ചേട്ടനും മുന്നേ തന്നെ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുമായിരുന്നു. ഇവരുടെ ഈ പോക്ക് കണ്ടാത്തൊന്നും ഇവർ രണ്ടുപേരും കൂടെ എങ്ങോട്ടോ ടൂർ പോകുവാണെന്ന്. പക്ഷെ മൊത്തം എൻ്റെ മാത്രം സാധനങ്ങളായിരുന്നു. എന്നെ കൊണ്ടുവന്ന് ട്രെയിൻ കയറ്റി തന്നിട്ട് അവരങ്ങ് പോയി. ഇനിയുള്ള യാത്ര മൊത്തം ഞാൻ ഒറ്റയ്ക്കാട്ടോ. ഞാൻ വിചാരിച്ച് ഭയങ്കര ബോറായിരിക്കുമെന്ന്. പക്ഷെ അത്ര ബോറൊന്നും ഉണ്ടായിരുന്നില്ല യാത്ര ഒറ്റയ്ക്ക് പോകുന്നതും. 4-5 മണിക്കൂർ മുമ്പേ തന്നെ ഞാൻ എയർപോർട്ടിൽ എത്തിയിരുന്നു. കാരണം നമ്മുടെ ട്രെയിൻ ആ സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നേരത്തെ എത്തി. പോസ്റ്റ് ആകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു 10-15 മിനിറ്റ് മാത്രമേ ഞാൻ പോസ്റ്റ് അടിച്ചുള്ളൂ. അപ്പോഴേക്കും ഒരു ഇന്ത്യക്കാരനെ കിട്ടി. പിന്നെ പുള്ളിയായിട്ട് കത്തി വെച്ച് ഇസ്താംബുൾ വരെ ഇരുന്നു. വെതറിൻ്റെയൊക്കെ പ്രശ്നം കാരണം ഓൾറെഡി ഫ്ലൈറ്റ് എല്ലാം ലേറ്റ് ആയിരുന്നു. നമ്മുടെ ഫ്ലൈറ്റും ഒരു 1 മണിക്കൂറോളം ലേറ്റായിട്ടായിരുന്നേ വന്നിരുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടും വെതറിൻ്റെ പ്രശ്നം കാരണം ലാൻഡിംഗ് ഒന്നും നടന്നില്ല. അങ്ങനെയും കുറേ ടൈം പോയി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേർക്കൊക്കെ സെക്കൻഡ് ഫ്ലൈറ്റ് 5 മിനിറ്റ് 10 മിനിറ്റുള്ളിൽ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് പറച്ചിലായിരുന്നു. പക്ഷേ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത കാരണം ബഹളമൊന്നും ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി തന്നെ ഇരുന്ന്. അവർക്കെല്ലാം മിക്കവാറും ഫ്ലൈറ്റൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. 5 മിനിറ്റ് 10 മിനിറ്റ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അത് ലാൻഡ് തന്നെ ചെയ്തത്. പിന്നെ സെക്കൻഡ് ഫ്ലൈറ്റിന് ഇസ്താംബുളിൽ ചെന്നിട്ട് പിന്നെ ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങേ അറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ നമുക്ക് നടക്കാനുണ്ടായിരുന്നു. എന്നാൽ മാത്രമേ അടുത്ത ഫ്ലൈറ്റ് കയറാൻ പറ്റുള്ളൂ. അന്ന് നടന്നു വന്നപ്പോൾ തന്നെ ആ ടൈം മൊത്തവും തീർന്നു. പിന്നെ വിശന്ന് വലഞ്ഞായിരുന്നു ചെന്നത്. ആ സമയത്ത് ഫുഡ് കിട്ടിയില്ല. വെതറിൻ്റെ പ്രശ്നം കാരണം കുറേ നേരം ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് ഒരു 11 മണിയൊക്കെ ആയപ്പോഴായിരുന്നു ഫുഡൊക്കെ കിട്ടിയതും. തളർന്ന് അവശതയായി. ഒരു വിധത്തിലാണ് നാട്ടിലോട്ട് ചെന്നത്. നാട്ടിൽ ചെന്നപ്പോഴേക്കും നല്ല സമാധാനം. കാരണം അച്ഛനും അമ്മയും അനിയത്തിയും കൂടെ ആയിരുന്നു എന്നെ വിളിക്കാൻ വന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷം. മുംബൈ ടു കൊച്ചി കുറച്ച് ബോറിംഗ് ആയിരുന്നെങ്കിലും ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു സമാധാനമൊക്കെ ആയി കേട്ടോ. അപ്പം ഇനിയുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ നാട്ടിലായിരിക്കും കേട്ടോ. അപ്പം ബൈ.